ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്കാ, വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ നടന്ന് എയറിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് പറയാനുള്ള എന്താ വെച്ചാല്, ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്കുക, അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ട് ഞാൻ പറയാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ, ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്ത്. അതിന്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിന്റെ പോരാ. മാർക്കോ എന്ന സിനിമയുടെ സോങ് റിലീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ വിവാദം, ഡബ്സി എന്ന പാട്ടുകാരനെ കൊണ്ട് പാടിച്ച അവരുടെ ഒരു പാട്ട്, ആ പാട്ട് ഇറങ്ങുകയും അതിനുശേഷം അതിന് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. കൂടുതൽ ആളുകളും വിമർശിച്ചാണ് കണ്ടത്. അലറി വിളിച്ച് പാടി എന്നുള്ളൊരു രീതിയിലാണ് ഡബ്സിനെ വിമർശിച്ചത്. അപ്പോൾ ആ ഒരു വിമർശനം ഉണ്ടെങ്കിലും പാട്ട് കേട്ടപ്പം ആ ഒരു എന്താ പറയുന്നത്, സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്ന മറ്റൊരാളാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഡബ്സിയുമായിട്ട് സംസാരിച്ച് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷേ ഡബ്സിയെ കൊണ്ട് അങ്ങനെയാണ് പാടിച്ചത്. ഡബ്സിയോട് പാടാൻ പറഞ്ഞ രീതിക്ക് ഡബ്സി പാടിയിട്ടുമുണ്ട്. അപ്പോൾ അത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെട്ടവരുമുണ്ട്. അതിനുശേഷം ഡബ്സിയുടെ നമ്മുടെ എന്താ പറയുക, മാർക്കോയുടെ ടീം പിറ്റേ ദിവസം തന്നെ ആ സോങ് സന്തോഷ് വെങ്കി എന്ന ഗായകനെ കൊണ്ട് പാടിച്ചു. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇച്ചിരി ഫേമസ് ആയിട്ട്, ഡബ്സിയെ പോലെ തന്നെ, ഡബ്സിയെക്കാളും ചിലപ്പോൾ മുന്നിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഗായകനാണ്. അപ്പം അദ്ദേഹത്തിനെ ഉപയോഗിച്ച് വീണ്ടും ആ പാട്ട് റീ റെക്കോർഡ് ചെയ്ത് പാടിച്ചു. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാട്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഡബ്സി പാടിയ ആ ഒരു ഇത് തന്നെയാണ് സന്തോഷ് വെങ്കി പാടിയിരിക്കുന്നത്. പിന്നെ വോയിസിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്, പിന്നെ ശകല വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും രണ്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നതെല്ലാം സൂപ്പറായിരുന്നെങ്കിലും പാട്ടിൻ്റെ ലിറിക്സ് അത്ര നല്ല രസമുള്ളതായിരുന്നില്ല. പിന്നെ ഡബ്സിയെ കൊണ്ട് പാടാൻ പറഞ്ഞ രീതിയിൽ അദ്ദേഹം പാടി. ഇപ്പോൾ ഏകദേശം അങ്ങനെ ആ പാട്ട് മാറ്റിക്കഴിഞ്ഞപ്പം മുതൽ ഡബ്സിയോട് ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പല രീതിയിലും വിമർശനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഡബ്സി ഇപ്പം ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള പൈസ തന്നിട്ടാണ് അദ്ദേഹത്തിനെ പാടാൻ വിളിച്ചത്. പാട്ട് മാറ്റുകയോ പാട്ടിടുകയോ ചെയ്യുക എന്നുള്ളത് ആ സിനിമയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ സംവിധായകനോ സംഗീത സംവിധായകനോ ആണ്. അത് അവരുടെ ചോയ്സാണ്. അതിലെനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വിവാദങ്ങളെല്ലാം കെട്ടടങ്ങട്ടെ, അങ്ങനെ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ പാടാൻ വിളിച്ചു, ഞാൻ പാടി, എനിക്ക് ആവശ്യമുള്ള പൈസ തന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിൻ്റെ മ്യൂസിക് എല്ലാം നല്ല രീതിയിൽ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സ്കോർ എല്ലാം സൂപ്പറാണ്. പക്ഷേ ലിറിക്സ് ശരിക്കും പറഞ്ഞാൽ പാളിയോ എന്നൊരു സംശയമുണ്ട്. ആ ലിറിക്സിലാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. പോട്ടെ, ഇനി ലിറിക്സിലല്ലെങ്കിൽ പ്രശ്നമല്ലെങ്കിൽ പോലും ആ സംഗീത സംവിധായകൻ, ഇപ്പം ആരാണേലും അദ്ദേഹം പാടാൻ പറഞ്ഞ രീതിക്കായിരിക്കണം ഡബ്സി പാടിയത്. അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ അകത്ത് പോരായ്മകളുണ്ടെങ്കിൽ കട്ട് ചെയ്ത് റീടേക്ക് ചെയ്ത് അങ്ങനെ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ സാഹചര്യത്തിൽ ഡബ്സിയെ കൊണ്ട് അങ്ങനെ പാടാൻ പറഞ്ഞ് പാടിക്കുകയും ആ പാട്ട് ഇറങ്ങുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്ത ഒരു രീതി. മാർക്കോ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അത് ചേഞ്ച് ചെയ്യാം, അത് അവരുടെ ചോയ്സാണ്. അതിനുശേഷമാണ് ഈ വിവാദം ഉണ്ടായത്. സന്തോഷ് വെങ്കിയെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. പക്ഷെ ലിറിക്സ് അത്ര പോരാ എന്ന് ഉള്ള ഒരു ഇതുകൊണ്ടാണ് രണ്ടുപേരും ഏകദേശം പാടിയേക്കുന്ന ഒരുപോലെ. സന്തോഷ് വെങ്കി ആണേലും ഡബ്സിയുടെ സൗണ്ടിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അലറി വിളിച്ച് പാടത്തില്ല, ആ ഒരു പരുവത്തിലാണെന്ന് പാടിയേക്കുന്നത്. ഡബ്സിയുടെ മറ്റ് പാട്ടുകളൊക്കെ നമുക്കറിയാം, അദ്ദേഹം ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ രണ്ടുപേരും, സന്തോഷ് വെങ്കിയും അതുപോലെ തന്നെ എന്താ പറയുന്നത്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ശരിക്കും ആ പാട്ട് പാടാൻ സംഗീത സംവിധായകൻ എങ്ങനെ പറഞ്ഞു അതനുസരിച്ചാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടുപേരും പാടിയതിൻ്റെ വ്യത്യാസം പറയുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡബ്സിയുടെ വോയിസിൽ പാടുന്നു, സന്തോഷ് വെങ്കി അദ്ദേഹത്തിൻ്റെ വോയിസിൽ പാടുന്നു. രണ്ടിലും ഒരുമാതിരി ഇച്ചിരി സൗണ്ട് വോയിസ് അപ്പ് ചെയ്താണ്, ഇച്ചിരി അലറി വിളിച്ച് പാടുന്ന ഒരു രീതിക്കാണ് കണ്ടത്.